ഇന്റർനെറ്റ് കോടിക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഒരു വലിയ ഡിജിറ്റൽ ലോകം. നമ്മളിവിടെ തമാശകൾ കാണുന്നു, വാർത്തകൾ വായിക്കുന്നു. എന്നാൽ ഇന്റർനെറ്റിന്റെ ഉപരിതലത്തിന് താഴെ ആരും കേൾക്കാത്ത, ആരും കാണാത്ത ചില ഇരുണ്ട ഇടനാഴികളുണ്ട്. അവിടെ നടക്കുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. 2012 ജനുവരി 4 ഇന്റർനെറ്റിന്റെ ഏറ്റവും പ്രസിദ്ധമായ 4chan എന്ന വെബ്സൈറ്റിലെ ഒരു റാൻഡം ബോർഡിൽ ഒരു അജ്ഞാതൻ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു. കറുത്ത പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങൾ. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: ഹലോ, ഞങ്ങൾ അതീവ ബുദ്ധിശാലികളായ വ്യക്തികളെ അന്വേഷിക്കുകയാണ്. അവരെ കണ്ടെത്താൻ ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തുന്നു. ഈ ചിത്രത്തിൽ ഒരു സന്ദേശം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുന്നവർ ഞങ്ങളിലേക്കുള്ള വഴി കണ്ടെത്തും. 3301. ആരും ഇത് കാര്യമായി എടുത്തില്ല. ഇത്തരത്തിൽ ദിവസവും വരാറുള്ള ആയിരക്കണക്കിന് പ്രാങ്കിൽ ഒന്നാണിതെന്ന് എല്ലാവരും കരുതി. പക്ഷെ ആരും വിചാരിച്ചില്ല ആ നിമിഷം മുതൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും സങ്കീർണമായ ഡിജിറ്റൽ നിധിവേട്ടയ്ക്കാണെന്ന്. അമേരിക്കൻ ചാരസംഘടനകളായ CIA എന്നെ അത്ഭുതപ്പെടുത്തിയ ബുദ്ധിവൈഭവം. ഇതാണ് സിക്കാഡ 3301. ആരാണിവർ? ഒരു ഹാക്കർ ഗ്രൂപ്പോ? ഇത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടനയോ? ഈ പസിലുകൾ സോൾവ് ചെയ്തവർക്ക് അവസാനം എന്ത് സംഭവിച്ചു? ഇന്ന് ടോക്കിത്രോണിക്സിൽ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ മിസ്റ്ററിയാണ്, സിക്കാഡ 3301. എല്ലാവർക്കും സ്വാഗതം. നമുക്കിതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാം. ആരും ശ്രദ്ധിക്കാതെ പോയ ആ ചിത്രം. ചില ടെക് ജീനിയസുകൾ ഈ ചിത്രം ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. അവർ അത് വെറുതെ സൂം ചെയ്ത് നോക്കുകയല്ല ചെയ്തത്. അവർ ആ ഇമേജ് ഫയൽ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നു. സാധാരണ ഒരു ഇമേജ് ഫയൽ ടെക്സ്റ്റായി തുറന്നാൽ കുറേ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നത് കാണാം. പക്ഷേ ഈ ഫയലിന്റെ ഏറ്റവും അവസാനം അവിടെ ഒരു ഇംഗ്ലീഷ് വാചകം ഉണ്ടായിരുന്നു. ഇതാണ് ആ വാചകം: ടൈബീരിയസ് ക്ലോഡിയസ് സീസർ. ആരാണ് ഇദ്ദേഹം? റോമൻ ചക്രവർത്തി. ചരിത്രം അറിയാവുന്നവർക്ക് പെട്ടെന്ന് കത്തി. ഇദ്ദേഹം ഭരിച്ചിരുന്നത് 5ാം നൂറ്റാണ്ടിലാണ്. ക്ലോഡിയസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്രിപ്റ്റോഗ്രാഫിയിൽ താല്പര്യമുള്ളവർക്ക് ഓർമ്മ വരുന്നത് സീസർ സൈഫറാണ്. പുരാതന കാലത്ത് രഹസ്യ സന്ദേശം അയക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വിദ്യ. ഓരോ അക്ഷരവും മറ്റൊരു അക്ഷരവും മാറ്റിയെഴുതുന്ന ഒരു രീതി. ടൈബീരിയസ് ക്ലോഡിയസ് എന്നത് 4ാമത്തെ ചക്രവർത്തി ആയതുകൊണ്ട് ആ വിചിത്രമായ കോഡിലെ ഓരോ അക്ഷരവും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 4 അക്ഷരം പുറകോട്ട് മാറ്റി വായിക്കണം. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു വെബ്സൈറ്റിന്റെ URL ആയിരുന്നു. ആവേശം മൂത്ത ലിങ്ക് തുറന്നവർ ഞെട്ടിപ്പോയി. അവിടെ ഉണ്ടായിരുന്നത് ഒരു ട്രഷർ ബോക്സ് അല്ല, പകരം ഒരു മഞ്ഞ പ്ലാസ്റ്റിക് താറാവായിരുന്നു. അതിലൊരു മെസ്സേജും: ബൂബ്സ്, ജസ്റ്റ് ഡീകോയ്സ് ദിസ് വേ, ലുക്സ് ലൈക്ക് യു കാൻ ഗസ് ഹൗ ടു ഗെറ്റ് ദ മെസ്സേജ് ഔട്ട്. അതൊരു പരിഹാസമായിരുന്നു. പലരും അതോടെ മടുത്തു പിന്മാറി. ഇതൊരു തമാശയാണെന്ന് എല്ലാവരും കരുതി. അത് തന്നെയായിരുന്നു സിക്കാഡയ്ക്ക് വേണ്ടതും, ക്ഷമയില്ലാത്തവരെ ഒഴിവാക്കുക. എന്നാൽ യഥാർത്ഥ ബുദ്ധിശാലികൾ ആ താറാവിന്റെ ചിത്രവും അനലൈസ് ചെയ്തു. അവർക്ക് മനസ്സിലായി ഇത് സ്റ്റെഗനോഗ്രാഫി എന്ന സാങ്കേതിക വിദ്യയാണ്. എന്താണ് സ്റ്റെഗനോഗ്രാഫി? ഒരു പിക്ചറിന്റെ ഉള്ളിൽ, അതിന്റെ പിക്സലിന്റെ ഉള്ളിൽ മറ്റൊരു ഫയൽ സന്ദേശം ഒളിപ്പിച്ചു വയ്ക്കുന്ന വിദ്യയാണിത്. പുറമെ നോക്കിയാൽ താറാവ്, പക്ഷെ ഉള്ളിൽ എൻക്രിപ്റ്റ് ചെയ്ത കോഡുകൾ. ഔട്ട്ഗസ് എന്ന ടൂൾ ഉപയോഗിച്ച് ചിത്രം പരിശോധിച്ചപ്പോൾ അവർക്ക് അതിനുള്ളിൽ മറ്റൊരു ലിങ്ക് കിട്ടി. അവരെത്തിച്ചത് റെഡിറ്റ് വെബ്സൈറ്റിലെ മറ്റൊരു പേജിലേക്കാണ്. റെഡിറ്റിലെ പേജിൽ വിചിത്രമായി കുറെ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു, മായൻ സംഖ്യകൾ, ഒപ്പം കുറെ വരികളും. ഇത് ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു പുസ്തകത്തിലെ വരികളാണ്, അഗ്രിപ്പ് എന്ന കവിതയിലെ വരികൾ. ബുക്ക് സൈഫർ എന്ന രീതി ഉപയോഗിച്ച് ആ പുസ്തകത്തിലെ പേജും വരിയും വെച്ച് നോക്കിയപ്പോൾ അവർക്ക് അതിൽ നിന്നൊരു ഫോൺ നമ്പർ കിട്ടി. 2143909608 എന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അപ്പുറത്ത് ആരും ഫോൺ എടുത്തില്ല. പകരം റോബോട്ടിക് വോയിസ് മെസ്സേജ് കേട്ടു: വെരി ഗുഡ്, യു ഹാവ് ഡൺ വെൽ. There are 3 prime numbers associated with the original file. JPG image 3301 is one of them. You have to find the other 2. ആ നമ്പറുകൾ ഗുണിച്ചപ്പോൾ ഒരു പുതിയ വെബ്സൈറ്റ് അഡ്രസ്സ് കിട്ടി. ആ സൈറ്റിൽ ഒരു കൗണ്ടർ ക്ലോക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കൗണ്ടർ അവസാനിച്ചപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞത് കുറെ GPS കോർഡിനേറ്റ്സ് ആണ്. ഇവിടെയാണ് സിക്കാഡ 3301 വെറും ഒരു ഇന്റർനെറ്റ് പ്രാങ്ക് അല്ലെന്ന് ലോകത്തിന് മനസ്സിലായത്. ആ കോർഡിനേറ്റ്സുകൾ വിരൽ ചൂണ്ടിയത് ലോകത്തിലെ വമ്പൻ നഗരങ്ങളിലേക്കായിരുന്നു. ബാർസോ, പാരീസ്, സിയാറ്റിൽ, സിയോൾ, അരിസോണ, കാലിഫോർണിയ, സ്പെയിൻ, റഷ്യ. ഗെയിം കളിക്കുന്നവർ അവരുടെ വീട് വിട്ട് പുറത്തിറങ്ങേണ്ടി വന്നു. അവരുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ കണ്ടത് ഇലക്ട്രിക് പോസ്റ്റിലും മതിലുകളിലും സിക്കാഡയുടെ ലോഗോ ആയിരുന്നു. ആ ലോഗോയിൽ ഒരു QR കോഡ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ സമയം ലോകത്തിന്റെ പല കോണുകളിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇത്തരം പോസ്റ്ററുകൾ ഒട്ടിക്കണമെങ്കിൽ അവർക്ക് എത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം? ആരാണിവർ? ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഇതിനു മുന്നിൽ വലിയൊരു സംഘം തന്നെയുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചത് അടുത്ത ഘട്ടത്തിലേക്കുള്ള വഴിയാണ്. പക്ഷെ ഇത്തവണ സിക്കാഡ ഒരു കണ്ടീഷൻ വെച്ചു: നിങ്ങൾക്ക് എല്ലാവരെയും വേണ്ട, ഏറ്റവും ആദ്യം വരുന്നവരെ മാത്രം മതി. കുറച്ചു പേർക്ക് മാത്രം ആ വഴി തുറന്നു കിട്ടി. ബാക്കിയുള്ളവർക്ക് മുന്നിലെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി. അങ്ങനെ സിക്കാഡയുടെ 2012 1ാം ഘട്ടം അവസാനിച്ചു. കൃത്യം 1 വർഷം കഴിഞ്ഞു. 2013 ജനുവരി 4. ഇത്തവണ പസലുകൾ കൂടുതൽ കടുപ്പമായിരുന്നു. സ്റ്റെഗനോഗ്രഫി മാത്രമല്ല, ഇത്തവണ ഒരു പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ അവർ ആ കോഡിനുള്ളിൽ ഒളിപ്പിച്ചിരുന്നു. ഹെക്സ് എഡിറ്റർ വഴി നോക്കിയവർക്ക് ഒരു ബൂട്ടബിൾ ഫയൽ കിട്ടി. അത് കമ്പ്യൂട്ടറിൽ ഇട്ടപ്പോൾ കിട്ടിയത് ലിബർ പ്രൈമസ് എന്ന വിചിത്രമായ പുസ്തകത്തിന്റെ പേജുകളായിരുന്നു. ലിബർ പ്രൈമസ് ലാറ്റിൻ വാക്കാണ്, അർത്ഥം ആദ്യത്തെ പുസ്തകം. സിക്കാഡയുടെ ബൈബിൾ എന്ന് ഇതിനെ വിളിക്കാം.
പക്ഷേ ഇത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ല. ഇത് എഴുതിയിരിക്കുന്നത് റൂണുകൾ ഉപയോഗിച്ചാണ്. പഴയ കാലത്തെ വൈക്കിങ്സ് ഉപയോഗിച്ചിരുന്ന തരം ഒരു ലിപി. ഇത് വായിക്കണമെങ്കിൽ ആ ഭാഷ പഠിക്കണം. സിക്കാട തന്നെ അതിനൊരു ഡിക്ഷണറി നൽകി. പക്ഷെ അക്ഷരങ്ങൾ മാറ്റിയാലും അർത്ഥം കിട്ടില്ല. ഓരോ പേജും ഓരോ പസിലായിരുന്നു. ചിലത് മ്യൂസിക് നോട്ട്സ്, ചിലത് കണക്കുകൾ, അങ്ങനെ. ഈ പുസ്തകത്തിൽ അവർ അവരുടെ തത്വശാസ്ത്രം പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു ദൈവത്തെ ആരാധിക്കുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് വിവരങ്ങളിലാണ്. അറിവ് സ്വതന്ത്രമാക്കണം. പ്രൈവസി മൗലിക അവകാശമാണ്. 2014 മൂന്നാം ഘട്ടം വന്നു. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടുപോയി. ലിബർ പ്രൈമസ് എന്ന പുസ്തകത്തിലെ പകുതി പേജുകൾ മാത്രമേ ഇന്നും ഡീകോഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത എൻക്രിപ്ഷൻ. സിക്കാട അവസാനം പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടുത്തി. ഇനിയും ഒരുപാട് പേജുകൾ ബാക്കിയുണ്ട്. അത് തീർക്കാതെ അടുത്ത ഘട്ടമില്ല. അവിടെ വെച്ച് സിക്കാട നിശബ്ദമായി. പിന്നെ ഒരു പസിലും വന്നിട്ടില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പസിൽ സോൾവ് ചെയ്തവർക്ക് അവസാനം എന്ത് കിട്ടി? സിക്കാട എന്താണെന്ന് അവർ കണ്ടെത്തിയോ? 2012 പസിൽ സോൾവ് ചെയ്തവരിൽ ഒരാളാണ് മാർക്കസ് വാനർ. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. പസിൽ സോൾവ് ചെയ്തവരെ ഒരു ഡാർക്ക് വെബ്സൈറ്റിലേക്ക് സിക്കാട ക്ഷണിച്ചു. അവിടെ അവർ തമ്മിൽ ചാറ്റ് ചെയ്തു. സിക്കാട അധികൃതർ അവരോട് പറഞ്ഞു, ഞങ്ങളൊരു ഹാക്കർ ഗ്രൂപ്പല്ല. ഞങ്ങൾ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളൊരു തിങ്ക് ടാങ്ക് ആണ്. ലോകത്തിലെ ഗവൺമെൻറ്റുകളും കോർപ്പറേറ്റുകളും ജനങ്ങളുടെ സ്വകാര്യത നശിപ്പിക്കുന്നു. അതിനെതിരെ പോരാടാൻ, അറിവ് സംരക്ഷിക്കാൻ പുതിയ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതൊരു നല്ല കാര്യമാണെന്ന് തോന്നാം. പക്ഷെ വിജയിച്ചവരെ കൊണ്ട് അവരെന്താണ് ചെയ്യിപ്പിച്ചത്? കേക്സ് എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അവരോട് പറഞ്ഞു. വിസിൽ ബ്ലോവേഴ്സ്മാരെയും മാധ്യമപ്രവർത്തകരെയും സംരക്ഷിക്കാനുള്ള ഒരു ടൂളായിരുന്നു അത്. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ സിക്കാരുടെ ആവേശം കുറഞ്ഞു. പ്രൊജക്ട് പാതി വഴിയിൽ നിലച്ചു. മാർക്കസ് വാനർ പറയുന്നത് സിക്കാരുടെ ഉള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ചിലർക്ക് അരാജകത്വം വേണം, ചിലർക്ക് സമാധാനം മതി. ഇത് സിക്കാട 330 എന്ന പേരിൽ വരുന്ന ഒരുവിധം എല്ലാ സന്ദേശങ്ങളും വ്യാജമാണ്. ഇത് ഒറിജിനലാണ് തിരിച്ചറിയുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ. PGP സിഗ്നേച്ചർ. ഇത് അവരുടെ ഡിജിറ്റൽ കയ്യൊപ്പാണ്. 2014 ശേഷം ആ ഒപ്പുള്ള സന്ദേശങ്ങൾ പിന്നെ വന്നിട്ടില്ല. സിക്കാട 3301 ഇന്നും ഇന്റർനെറ്റിലെ തീരാത്ത സമസ്യയാണ്. ഇതിന് പിന്നിൽ പല തിയറികളുമുണ്ട്. 1. ഇത് CIA അല്ലെങ്കിൽ MI6 പോലുള്ള ഏജൻസികൾ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നടത്തിയതാണ്. 2. ഇതൊരു ക്രിപ്റ്റോ കറൻസി ഗ്രൂപ്പാണ്. ബിറ്റ്കോയിൻ വരുന്നതിന് മുൻപേ തന്നെ അവർ ഡിജിറ്റൽ കറൻസിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. 3. ഇതൊരു നിഗൂഢ കൾട്ടാണ്. ലിബർ പ്രൈമസിലെ വരികൾ വായിച്ചാൽ ഒരു കൾട്ട് പോലെ തോന്നും. സത്യം എന്തായാലും സിക്കാട 3301 നമ്മളൊരു കാര്യം പഠിപ്പിച്ചു. ഇന്റർനെറ്റ് വെറും ടിക്ടോക്കും ഇൻസ്റ്റഗ്രാമും മാത്രമല്ല. ഇവിടെ അറിവിൻ്റെ, തത്വശാസ്ത്രത്തിൻ്റെ, ഗണിതശാസ്ത്രത്തിൻ്റെ വലിയൊരു ലോകമുണ്ട്. ബുദ്ധിയുള്ളവരെ തേടി ഇപ്പോഴും ആ പഴയ സെർവറുകൾ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടാകാം. നിങ്ങൾ തയ്യാറാണോ? ഒരുപക്ഷെ നാളെ നിങ്ങളുടെ മുമ്പിൽ ആ ചിത്രം എത്താം. സിക്കാടയെക്കുറിച്ചുള്ള നിങ്ങളുടെ തിയറി എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അബൈ, സൈനിങ് ഓഫ്.